സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി. ഇങ്ങനെ സാധനങ്ങൾക്ക് വില കൂടുമോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിച്ചു. ചുരുക്കത്തിൽ പച്ചക്കറിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും വില അനുദിനം വർദ്ധിച്ചതോടെ ജീവിക്കാൻ പാടുപെടുകയാണ് മലയാളി സമൂഹം. വെളുത്തുള്ളിയും ജീരകവും പയറും മാത്രമല്ല, കാരറ്റും വെള്ളരിയും വെണ്ടയുമെല്ലാം തൊട്ടാൽ പൊള്ളുന്ന നിലയിലായി. സപ്ലൈകോ മാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും പലവ്യഞ്ജന സാധനങ്ങൾ കുറഞ്ഞതോടെ കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. പൊതുവിപണിയിൽ നിന്ന് വിപണി ഇടപെടലിന് പണമില്ലാതെ വന്നതോടെ പൊതുവിപണിയിൽ വില കുതിച്ചു കയറുകയാണ്. മാസങ്ങൾക്ക് മുൻപ് 80 രൂപ മാത്രമുണ്ടായിരുന്ന വെളുത്തുള്ളിക്ക് ഇപ്പോൾ 500 രൂപയിലധികമാണ്. എത്ര മടങ്ങാണ് വർദ്ധിച്ചതെന്ന് നോക്ക്. ജീരകത്തിൻ്റെ വില 800 കഴിഞ്ഞു. ജീരകത്തിന് 2 മാസം മുൻപ് 180 രൂപയായിരുന്നു വില. സപ്ലൈകോയിൽ 130 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഇവയുൾപ്പെടെ മിക്ക സാധനങ്ങളും മാവേലി സ്റ്റോറുകളിൽ കിട്ടാക്കനിയായിട്ട് കാലമേറെയായി. സാമ്പാർ പരിപ്പിന് 140, വെള്ളക്കടലയ്ക്ക് 210, പയർ 160. എങ്ങോട്ടാണ് ഈ വില കുതിക്കുന്നത്? 60 രൂപ വിലയുണ്ടായിരുന്ന കടുകിന് 120 രൂപ കൊടുക്കണം. നേരെ ഇരട്ടി. 80 രൂപ വിലയുണ്ടായിരുന്ന ഉലുവയ്ക്കിപ്പോൾ 180 രൂപയായി. ഇരട്ടിക്ക് 10 രൂപ കുറവ്. ഉപ്പിനും പഞ്ചസാരയ്ക്കും മാത്രമല്ല, സോപ്പിനും വെളിച്ചെണ്ണയ്ക്കുമെല്ലാം വില കൂടി. പച്ചക്കറിയിൽ വെണ്ടയ്ക്ക, മാങ്ങ, കാരറ്റ് എന്നിവയ്ക്കാണ് ഏറ്റവും അധികം വില കൂടിയത്. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 29 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വെണ്ടയ്ക്ക ഇപ്പോൾ 65 രൂപയായി. 95 രൂപ വിലയുണ്ടായിരുന്ന മാങ്ങയ്ക്ക് 135 രൂപ വിലയുണ്ട്. കാരറ്റിന് 69 രൂപയിൽ നിന്ന് 82 രൂപയായി. പഴങ്ങൾക്കും വില കൂടി. 42 രൂപ വിലയുണ്ടായിരുന്ന ഏത്തൻ 60 രൂപയായി. 28 രൂപ വിലയുണ്ടായിരുന്ന പാളയംതോടന് 38 രൂപ വരെ വില ഉയർന്നു. പല കടകളിലും പല വിലയാണ്. അവർക്ക് തോന്നുന്ന വില അതാണ് ഈടാക്കുന്നത്. സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ല. 2 മാസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ വിപണിയിൽ ഇടപെടാൻ ശ്രമിക്കണം, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കണ്ടെത്തണം, മിന്നൽ സ്ക്വാഡ് ഇറങ്ങണമെന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുത്തത്. ആ നിർദ്ദേശമൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്തോ. ഏതായാലും മാവേലി സ്റ്റോറുകളിൽ സാധനം വാങ്ങാൻ ചെല്ലുന്നവർക്ക് കാണാൻ പറ്റുന്നത് പട്ടി പെറ്റ് കിടക്കുന്നതാണ്. ഒരു സാധനം പോലുമില്ല. പല മാവേലി സ്റ്റോറുകളിലും സാധനങ്ങളില്ലാതെ ജീവനക്കാർ വെറുതെ ഇരുന്ന് ചൊറി കൂത്തുന്നു. അങ്ങനെ സാധനങ്ങളില്ലാതെ വെറുതെ തുറന്നു വെച്ച് ആളുകളെ പറ്റിക്കുന്നതിലും നല്ലത് അടച്ചുപൂട്ടി താക്കോൽ കെട്ടിട ഉടമയ്ക്ക് നൽകുന്നതാണ്. കെട്ടിട വാടകയും ജീവനക്കാരുടെ ശമ്പളവും ലാഭമായേനെ. ഇതുപോലെ ഒരു അവസ്ഥ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. കേരള സമൂഹം കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല.